പ്രിയപ്പെട്ട അച്ഛന്മാരെ, അമ്മമാരെ, നമുക്കെല്ലാവർക്കും നമ്മുടെ ആരോഗ്യം വളരെ പ്രധാനമാണ്, അല്ലേ? പ്രത്യേകിച്ച് വയസ്സായവർക്ക് ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സാധാരണ പ്രശ്നത്തെക്കുറിച്ചാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നതിനെക്കുറിച്ച്, അതായത് ഹൈ ബ്ലഡ് ഷുഗർ. ഇത് ചിലപ്പോൾ പ്രമേഹത്തിന്റെ ലക്ഷണമായിരിക്കാം. പക്ഷേ ഇതെന്തുകൊണ്ട് വരുന്നു, എങ്ങനെ തിരിച്ചറിയാം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഒരു സുഹൃത്തിനെപ്പോലെ ലളിതമായി നമുക്ക് സംസാരിക്കാം. നമ്മുടെ ശരീരം ഒരു അത്ഭുതമാണ്, അല്ലേ? അത് എപ്പോഴും നമ്മോട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ട്. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലാണെങ്കിൽ ശരീരം ചില സൂചനകൾ തരും. ഈ സൂചനകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നേരത്തെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് ഈ സൂചനകൾ? ആദ്യത്തെ കാര്യം, നമ്മൾ പലപ്പോഴും മൂത്രമൊഴിക്കാൻ പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് രാത്രി വേളകളിൽ എഴുന്നേറ്റ് പോകേണ്ടി വരുന്നുണ്ടോ? ധാരാളം വെള്ളം കുടിച്ചിട്ടാണെങ്കിൽ അത് സ്വാഭാവികമാണ്. പക്ഷേ അല്ലാതെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ രക്തത്തിലെ പഞ്ചസാര കൂടുതലായിരിക്കാം. ഇത് ചിലപ്പോൾ മൂത്രനാളി അണുബാധയ്ക്കും കാരണമാകും. രണ്ടാമത്തേത്, കണ്ണുകൾക്ക് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? ചിലപ്പോൾ കാഴ്ച മങ്ങുന്നതായോ അവ്യക്തമായോ തോന്നാം. ഇത് കണ്ട് ഉടനെ കണ്ണട വാങ്ങാൻ ഓടേണ്ട. പലപ്പോഴും ഹൈ ബ്ലഡ് ഷുഗർ കാരണം കണ്ണിന്റെ ലെൻസിന് നീര് വീങ്ങുന്നതാണ് ഇതിന് കാരണം. മറ്റൊരു കാര്യം, എപ്പോഴും ക്ഷീണം തോന്നുന്നുണ്ടോ? ഒന്നിനും ഊർജ്ജമില്ലാത്ത പോലെ. ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം ലഭിക്കാതെ വരുമ്പോൾ ഈ ക്ഷീണം വരാം. കൂടാതെ വായ നനവില്ലാതെ വരേണ്ടതായോ? ചർമ്മം വരണ്ടു ചൊറിഞ്ഞ് തടിപ്പ് പോലെ തോന്നുന്നുണ്ടോ? ഇതൊക്കെ രക്തത്തിൽ പഞ്ചസാര കൂടുതലുള്ളതിന്റെ ലക്ഷണങ്ങളാകാം. ചിലർക്ക് വിശപ്പ് എപ്പോഴും തോന്നാം. ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടും വീണ്ടും വിശക്കുന്നു. ഇത് ശരീരത്തിൽ ഒരു ഹോർമോൺ കുറവായതിന്റെ ഫലമാണ്. കൂടാതെ ചെറിയ മുറിവുകൾ പോലും ഉണങ്ങാൻ വൈകുന്നുണ്ടോ? ഇതും ഒരു ലക്ഷണമാണ്. വയറ്റിൽ അസ്വസ്ഥത, ഓക്കാനം, വയറു വീർക്കുന്ന പോലെ തോന്നൽ, ഇവയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ചിലർക്ക് കൈകാലുകളിൽ മരവിപ്പോ കുത്തുന്ന പോലെ തോന്നലോ ഉണ്ടാകാം. ഇതിനെ നാഡീ സംബന്ധമായ പ്രശ്നമെന്നാണ് പറയുക. ഇപ്പോൾ ഇതൊക്കെ കേട്ട് നമുക്കൊരു കാര്യം മനസ്സിലാകും. നമ്മുടെ ശരീരം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മോട് സൂചനകൾ തരും. പക്ഷേ ഇതെപ്പോഴും പ്രമേഹമാണെന്ന് അർത്ഥമില്ല. എന്നാലും ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണുന്നത് നല്ലതാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മുടെ ഭക്ഷണം ശ്രദ്ധിക്കണം. ധാരാളം പഴങ്ങൾ, പച്ചക്കറികൾ, മുഴുധാന്യങ്ങൾ എന്നിവ കഴിക്കാം. മധുരം, കൊഴുപ്പ്, എണ്ണയിൽ വറുത്തത് എന്നിവ കുറയ്ക്കാം. എല്ലാ ദിവസവും കുറച്ചു നേരം നടക്കുക. ശരീരം ചലിപ്പിക്കുക. വെള്ളം ധാരാളം കുടിക്കുക. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ വലിയ മാറ്റം വരുത്തും. അവസാനമായി, പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിന്റെ ആരോഗ്യത്തെക്കുറിച്ച് അറിവ് നൽകാനുള്ളതാണ്. എന്തെങ്കിലും ലക്ഷണങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഒരു ഡോക്ടറെ കാണാൻ മറക്കരുത്. നിന്റെ ആരോഗ്യം ഏറ്റവും പ്രധാനമാണ്. അതിനെ നല്ല രീതിയിൽ നോക്കണം. നിന്റെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. ഒരുമിച്ച് നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാം.